കൊച്ചിയിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധിയായിരുന്നു. 10 വർഷക്കാലം CPMൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിയുടെ ഭരണമാണ് കേരളത്തിലുണ്ടായിരുന്നത്. പക്ഷേ ഈ 10 വർഷക്കാലത്തിനിടയ്ക്ക് നടപ്പാക്കേണ്ടിയിരുന്ന ചെറുതും വലുതുമായ പദ്ധതികൾ ഹ്രസ്വമായും ദീർഘകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കേണ്ട ഒരു പദ്ധതിയും തുടങ്ങിയിട്ടില്ല. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് കുടിവെള്ളമാണ്. കുടിവെള്ളം കിട്ടാത്ത എത്ര മേഖലകളാണ്. ഞാനിപ്പോൾ ചെല്ലാനം, കണ്ണമാലി, കുമ്പളങ്ങിയിൽ നിന്നൊക്കെയാണ് ഞാൻ വരുന്നത്. എത്ര ആളുകളാണ് നമ്മളോട് പരാതി പറയുന്നത്, ദിവസങ്ങളോളം കുടിവെള്ളം കിട്ടാതെ നാട് വിട്ടു പോകേണ്ടി വരുമെന്ന് പറയുന്നത്. എന്ത് ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനമാണിതെല്ലാം. നമുക്കെങ്ങനെയാണ് ഒരു മനുഷ്യന് വെള്ളം കൊടുക്കാതെ ജീവവായു നിലനിർത്താൻ കുട്ടികളും വൃദ്ധരായ മാതാപിതാക്കളൊക്കെ ഉള്ള കുടുംബത്തിന് വെള്ളം കിട്ടുന്നില്ലെങ്കിൽ അതിനൊരു പ്രയോറിറ്റി ഉണ്ട്. നമ്മൾ ജനപ്രതിനിധിയല്ലേ, നമ്മളെ ജനം ജയിപ്പിക്കുന്നത്, നമ്മൾ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ നമുക്കതിനെല്ലാം ഒരു പ്രയോറിറ്റി ഉണ്ട്. അതിനുവേണ്ടി കഠിനാധ്വാനം നടത്തി ജനത്തിന് വെള്ളം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് സംവിധാനം ഉണ്ടാക്കണം. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ ആഴ്ചയിൽ 2000 രൂപ വീതം കൊടുത്ത് 3 പ്രാവശ്യം 3 ലോഡ് ലോറിയിലാണ് ഈ വെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 6000 രൂപയാണ് അവർക്ക് ഒരാഴ്ചത്തെ ചിലവ് വെള്ളം കൊണ്ടുവരുന്നതിന്. അപ്പോൾ എങ്ങനെയാണ് ഡെയിലി വേഴ്സുകാരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ 6000 രൂപ ഒരാഴ്ച ചിലവ് ചെയ്ത് വെള്ളം വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ എന്താ പറയുക, ഒരു കണ്ണീച്ചോരയുള്ള ഒരു നടപടിയായിട്ടുള്ള സർക്കാരായിരുന്നെങ്കിൽ അതൊന്നും ഒരിക്കലും ചെയ്യില്ല. അപ്പോൾ മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനമാണ് ഇവരിൽ നിന്നെല്ലാം ഉണ്ടാകുന്നത്. അതിനെതിരായിട്ടുള്ള പ്രതിരോധമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുക. രണ്ടാമത്തേത്, നമ്മുടെ ആരോഗ്യരംഗത്ത് ഇന്ന് വലിയ പ്രശ്നങ്ങളാണ്. കോവിഡിന് ശേഷമുള്ള ആരോഗ്യ പ്രശ്നം, ജീവിതശൈലി രോഗങ്ങൾ, സാംക്രമിക രോഗങ്ങൾ എന്നുവേണ്ട മലേറിയ പോലും ഇന്ന് തിരികെ വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്വാഭാവികമായും ഇതിനെല്ലാം എതിരായിട്ടുള്ള പ്രതിരോധം തീർക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അത് വളരെ ഭംഗിയായി ചിട്ടയായി നന്നായി ചെയ്യാൻ നമ്മുടെ ആരോഗ്യവകുപ്പിന് വഴിയാണ്. കേരളത്തിലെ ആരോഗ്യരംഗം ഇന്ന് വെന്റിലേറ്ററിലാണ്. നമ്മൾ പറയുമ്പോൾ ആളുകൾ പറയുന്നത് വെന്റിലേറ്ററിലല്ല, മോർച്ചറിയിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വല്ലാത്ത കരുവേലിപ്പടി, മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി ആശുപത്രി, PHC ഇല്ല, ചെല്ലാനത്തൊന്നും ആശുപത്രി ഇല്ല. മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമാണ്. പാവപ്പെട്ടവർ ഏറ്റവും പ്രാധാന്യം അർഹിക്കേണ്ട സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇല്ല എന്ന് പറഞ്ഞാൽ അത് എന്താണ് നമ്മൾ ഈ നാടിന് കൊടുക്കുന്ന മെസ്സേജ്? കൊച്ചി തീർച്ചയായും UDF മണ്ഡലമാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷമായിട്ട് KJ മാക്സിയുടെ ഒരു പ്രവർത്തനം ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ഒരു കോർപ്പറേഷനൊക്കെ ഉണ്ടാക്കിയ ഒരു നേട്ടം ശരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക, അതോ ജനകീയതയിൽ തട്ടി തകരും? അതൊരു അനാലിസിസ് ഉണ്ടോ? അല്ല, പല കാരണങ്ങൾ കൊണ്ടാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് ഈ സീറ്റ് നഷ്ടപ്പെട്ടത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് മുന്നണിയും ഈ സീറ്റ് തിരികെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ കൊച്ചി ഒരു കോൺഗ്രസിൻ്റെ ഒരു ബേസ് മണ്ഡലമാണ്, UDFൻ്റെ ഒരു ബേസ് മണ്ഡലമാണ്. അപ്പോൾ അത് തിരികെ ലഭിക്കാൻ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇറങ്ങിയാൽ അത് തിരികെ ലഭിക്കും. കഴിഞ്ഞ 10 വർഷക്കാലം ഒന്നും ചെയ്യാത്ത ഒരു ജനപ്രതിനിധിയാണ്. ആ ഒന്നും ചെയ്യാത്ത ഒരു ജനപ്രതിനിധിക്ക് എങ്ങനെയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുക? വോട്ട് ചെയ്യില്ലല്ലോ, ജനങ്ങൾ വോട്ട് ചെയ്യില്ലല്ലോ. പല കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം ജയിച്ചു. പക്ഷേ ഈ പ്രാവശ്യം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ജനകീയ വിഷയങ്ങൾ ഉയർന്നു വരികയാണ്. 10 വർഷക്കാലത്തെ പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിരോധം തീർക്കലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് പല ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. ഞങ്ങൾ പറഞ്ഞില്ലേ, പിണറായി വിജയൻ്റെ സർക്കാർ ചെയ്യാതിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ തകർത്ത കാര്യങ്ങൾ, അതിനകത്ത് ഒരു പുനർനിർമ്മിതി നമുക്ക് ആവശ്യമാണ്, ജനങ്ങൾക്കത് ആവശ്യമാണ്. അതിനുവേണ്ടി ഒരു ഓൾട്ടർനേറ്റീവ് സംവിധാനം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഞങ്ങളത് ചെയ്യും. അത് ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ മാലിന്യമുക്ത നഗരമാക്കുന്ന കാര്യത്തിലാണെങ്കിലും കടൽ ഭിത്തി നിർമ്മാണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും തീരദേശത്തെ ജനങ്ങളെ ആശങ്കയിലാക്കുന്ന തീരദേശ ഹൈവേയുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ ടൂറിസം രംഗത്തെ നമ്മുടെ തകർച്ച അത് തിരികെ കൊണ്ട് ലോകത്തെ ഏറ്റവും 50 ടൂറിസം കേന്ദ്രങ്ങളെടുത്താൽ അതിലൊന്ന് കൊച്ചിയാണ്. കൊച്ചി ഇന്നത്തെ അവസ്ഥ വളരെ പരിതാപകരമായിട്ടുള്ള സാഹചര്യമാണ്. നമ്മുടെ ഹാർബറുകൾ, നമ്മുടെ പോർട്ടുകളൊക്കെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ട് ഒരു സ്ഥലത്തുമില്ല. അതുമാത്രമല്ല, മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെയും അനിയന്ത്രിതമായിട്ടുള്ള ഉപയോഗം നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർക്കിടയിൽ നടക്കുകയാണ്. എവിടെയാണ് സർക്കാരിൻ്റെ സാന്നിധ്യം? ഇവിടെ ഒന്നും നമുക്ക് കാണുന്നില്ല. 2020 ഒരു കാര്യം പറയുകയാണെങ്കിൽ 2020 ഒരു ഹോം ഗ്രൗണ്ടാണ് എറണാകുളം. അപ്പോൾ ഇപ്രാവശ്യം NDAയുടെ സഖ്യകക്ഷി കൂടിയാണ്. അപ്പോൾ BJPക്ക് ഇത്തവണ എറണാകുളത്ത് നേട്ടമുണ്ടാക്കാൻ സാധിക്കും? ഒരിക്കലുമില്ല. 2020 എന്നൊക്കെ പറയുന്ന ഒരു നിസ്സാരമായ സമയത്തെ കൂടുതലെടുത്ത ഒരു പ്രസ്ഥാനമൊന്നുമല്ല, ഒരു പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ്. അതൊന്നും നിലനിൽക്കുന്നതല്ല എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം തെളിയിച്ചു. പിന്നെ കഴിഞ്ഞ തവണ മത്സരിച്ച സ്ഥാനാർത്ഥി ഷൈനി ആൻ്റണി കോൺഗ്രസ്സിലാണ്. അവർ കോൺഗ്രസ്സിന് മെമ്പർഷിപ്പ് എടുത്ത് അവർ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുകയാണ്. അവർ കഴിഞ്ഞ തവണ കുറേ വോട്ട് പിടിച്ചു. അവർ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണ് 2020, അവിടെ തട്ടിപ്പ് എന്താണ്,
അവരുടെ മോട്ടീവ് എന്താണ് എന്നുള്ളത് അവർ വളരെ കൃത്യമായി പറഞ്ഞല്ലോ. പിന്നെ എങ്ങനെയാണ് അവർക്ക് വോട്ട് ചെയ്യുക, ജനം എങ്ങനെ വോട്ട് ചെയ്യുക? ഇത്തവണ അവർക്കൊന്നും ഒരു വോട്ടും ഉണ്ടാവില്ല. അങ്ങനെ പ്രതീക്ഷിക്കത്തക്ക വോട്ടുകളൊന്നും അവരൊന്നും പിടിക്കാനുള്ള ഒരു സാഹചര്യവും കാണുന്നില്ല. മത്സരം UDF-ഉം LDF-ഉം തമ്മിലാണ്. UDF വലിയ മെജോറിറ്റിയിൽ ചരിത്ര ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുകയും ചെയ്യും.